നിത്യനഗരമായ റോമിൻ്റെ തിരക്കേറിയ തെരുവുകൾക്ക് താഴെ ബൃഹത്തുക്കളായ ബസലിക്കകളുടെ വാസ്തുഭംഗിയിൽ നിന്നും മാർപ്പാപ്പാമാരുടെ ഘോഷയാത്രകളുടെ പ്രതിധ്വനിയിൽ നിന്നും അകലെ ഗംഭീരവും പവിത്രവുമായ ഭൂഗർഭാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നു. റോമിലെ കാറ്റാക്കോമ്പുകൾ. മൃദുവായ അഗ്നിപർവ്വതജന്യമായ കല്ലുകളിൽ കൊത്തിയെടുത്ത ഈ ഭൂഗർഭ ശ്മശാനങ്ങൾ പുരാതന ക്രൈസ്തവ ജീവിതത്തിലെ രക്തസാക്ഷിത്വങ്ങളുടെയും വേദന നിറഞ്ഞ മരണത്തിൻ്റെയും തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെയും ഏറ്റവും സ്ഥിരമായ സാക്ഷ്യങ്ങളിലൊന്നാണ്. ഇവ വെറും ശവകുടീരങ്ങൾ മാത്രമല്ല, കാറ്റാക്കോമ്പുകൾ പുരാതന സഭയുടെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശ, രക്തസാക്ഷികളോടുള്ള വണക്കം, കഠിനമായ പീഡനങ്ങൾക്ക് വിധേയമായ ഒരു സമൂഹത്തിൻ്റെ സംഘർഷം എന്നിവയെക്കുറിച്ചും നമുക്ക് അറിവുകൾ നൽകുന്നുണ്ട്. അവ കമ്മ്യൂണിയോ സാൻക്തോറും അഥവാ വിശുദ്ധരുടെ കൂട്ടായ്മയ്ക്ക് വ്യക്തമായ സാക്ഷ്യവുമായി നിലകൊള്ളുന്നു. കത്തോലിക്ക സഭയുടെ ദീർഘനാളുകളുടെ ചരിത്ര പശ്ചാത്തലത്തിൽ കാറ്റാക്കോമ്പുകൾ പുരാവസ്തുശാസ്ത്രപരമായ ശേഖരങ്ങൾ മാത്രമല്ല, ആരാധനാക്രമപരവും ആത്മീയവും ദൈവശാസ്ത്രപരവുമായ അർത്ഥങ്ങൾ നിറഞ്ഞ പവിത്രമായ ഇടങ്ങൾ കൂടിയാണ്. അവ വിവിധ നൂറ്റാണ്ടുകളിലെ ക്രൈസ്തവ നരവംശാസ്ത്രം, ഐക്കണോഗ്രഫി, മാർത്തിരിയോളജി, സഭാത്മക വ്യക്തിത്വം എന്നിവയെക്കുറിച്ചുള്ള സൂചകങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ ജൂബിലി വർഷത്തിൽ പശ്ചാത്താപത്തിൻ്റെയും പുനരുജ്ജീവനത്തിൻ്റെയും വിശുദ്ധ വർഷം അവയുടെ പ്രസക്തി വീണ്ടും ജ്വലിക്കുന്നു. നാമമാത്ര ക്രിസ്ത്യാനികളെയും സഭയുടെ പഠനങ്ങളിൽ അവിശ്വസിക്കുന്നവരെയും അവരുടെ വിശ്വാസത്തിൻ്റെ വേരുകൾ അക്ഷരാർത്ഥത്തിൽ ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് വീണ്ടും കണ്ടെത്താൻ അവ ക്ഷണിക്കുന്നു. എന്താണ് കാറ്റാക്കോമ്പ്? കാറ്റാക്കോമ്പ്, ശൂന്യതയ്ക്ക് സമീപം എന്ന പദം. ഈ പദം ആദ്യം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഇന്നത്തെ പള്ളിക്ക് സമീപമുള്ള പുരാതന റോമിലെ ആപ്പിയൻ പാതയിലെ ഒരു പ്രത്യേക പ്രദേശത്തെ സൂചിപ്പിച്ചിരിക്കുന്നു. പക്ഷേ കാലക്രമേണ ഈ പദം ഏതൊരു ഭൂഗർഭ ക്രൈസ്തവ മൃതസംസ്കാര സമുച്ചയത്തെയും സൂചിപ്പിക്കാൻ തുടങ്ങി. ഇന്ന് കാറ്റാക്കോമ്പുകൾ എന്ന പദം സൂചിപ്പിക്കുന്നത് ഭൂഗർഭ പാതകളുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ കല്ലറകളുടെ സങ്കീർണമായ ശൃംഖലകളെയാണ്. ഇവയെല്ലാം മൃദുവായ പാറയുടെ പാളികളിലേക്ക് കൊത്തിയെടുത്തതാണ്. ഏകദേശം AD 5-ാം നൂറ്റാണ്ട് വരെ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന പേഗൻ ശൈലിക്ക് പകരം മൃതദേഹങ്ങൾ ഭൂമിക്കടിയിൽ മറവ് ചെയ്യുന്ന മൃതസംസ്കാര രീതികൾ റോമൻ സാമ്രാജ്യത്തിലെ ക്രൈസ്തവർ രഹസ്യമായി പാലിച്ചിരുന്നു. പുനരുത്ഥാനത്തിൽ ശരീരത്തോടുകൂടെയുള്ള ഉയർത്തെഴുന്നേൽപ്പിലുള്ള ദൃഢമായ വിശ്വാസമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. മതമർദ്ദന കാലത്ത് റോമൻ ചക്രവർത്തിമാരെ പേടിച്ചായിരുന്നു ഇത്തരം രീതികൾ അവർ രഹസ്യമായി തുടർന്നതെങ്കിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലം മുതൽ വിശുദ്ധരായ സഭാ നേതാക്കളുടെ അടുക്കൽ അന്തിമ വിശ്രമം കൊള്ളുന്നതിനുള്ള ആഗ്രഹമാകാം അവരെ അതിനെ പ്രേരിപ്പിച്ചത്. ഒരർത്ഥത്തിൽ കാറ്റാക്കോമ്പുകൾ ശരീരത്തിൻ്റെ പുനരുത്ഥാനത്തിൽ വേരൂന്നിയ ഒരു ക്രിസ്ത്യൻ നരവംശാസ്ത്രമാണ് പ്രഘോഷിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരം കല്ലറയിൽ സ്ഥാപിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതുപോലെ മൃതദേഹം ദഹിപ്പിക്കുന്ന പേഗൻ മൃതസംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുരാതന ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുകരിച്ച് ശരീരത്തിൻ്റെ സംസ്കാരത്തിൽ ഷഠിച്ചു. പിൽക്കാലത്ത് കാറ്റാക്കോമ്പുകൾ ശ്മശാനങ്ങൾ മാത്രമല്ല, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്കും രക്തസാക്ഷികളുടെ വണക്കത്തിനും വിശുദ്ധ കുർബാനയ്ക്കായുള്ള പവിത്രമായ സ്ഥലങ്ങളുമായി മാറി. റോമിലെ ക്രിസ്ത്യൻ ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് കാറ്റാക്കോമ്പുകൾ സ്വാഭാവികമായും വികസിതമായി. ആദ്യം അവ ലളിതമായ ശവസംസ്കാര താഴ്വരകളായിരുന്നു. എന്നാൽ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുകയും രക്തസാക്ഷികളുടെ കബറിടങ്ങൾ തീർത്ഥാടനത്തിന് മാത്രീഭവിക്കുകയും ചെയ്തതിനാൽ അവ സങ്കീർണമായ ശൃംഖലകളായി വികസിച്ചു. ഈ പവിത്രമായ കന്മതിലുകളിൽ നിന്നും ഗ്രാഫിറ്റികളും ചുവർ ചിത്രങ്ങളും ആലേഖനങ്ങളും കാണാൻ സാധിക്കും. ഇവ പുരാതന സഭയിലെ വിശ്വാസികളുടെ കൂട്ടായ്മയെക്കുറിച്ചും അന്ത്യനാളുകളിലെ ഉയിർപ്പിനെക്കുറിച്ചുള്ള അവരുടെ പ്രത്യാശയെക്കുറിച്ചും ക്രിസ്തു ദർശനീയത്തിലെ ഐക്കണോഗ്രഫി എന്നിവയെക്കുറിച്ചുമുള്ള ദൈവശാസ്ത്രപരമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു.
റോമിൽ നിലവിലുള്ള കാറ്റാക്കോമ്പുകളും അവയുടെ പ്രത്യേകതകളും. റോമിലും പരിസര പ്രദേശങ്ങളിലും നിലവിലുണ്ടായിരുന്ന 60-ലധികം കാറ്റാക്കോമ്പുകളിൽ വളരെ കുറച്ച് മാത്രമേ ഇന്ന് പ്രവേശനയോഗ്യമായുള്ളൂ. സഭാധികാരികളും പുരാവസ്തു അധികൃതരും പരിപാലിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവ ഇന്നും നിലനിൽക്കുന്നതെന്ന് ഇവിടം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതാണ്. ഈ കാറ്റാക്കോമ്പുകളിൽ ഓരോന്നിനും അതിൻ്റേതായ ആത്മീയവും ചരിത്രപരവുമായ പ്രത്യേകതയുമുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിയ അപ്പിയ ആൻറ്റിക്കയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ കാലിക്സ്റ്റസിൻ്റെ കാറ്റാക്കോമ്പാണ്. ഇത് പുരാതന സഭയുടെ ഔദ്യോഗിക ശ്മശാനങ്ങളിലൊന്നായിരുന്നു. വിശുദ്ധ സിക്സ്റ്റസ് രണ്ടാമൻ പാപ്പ, വിശുദ്ധ ഉർബൻ മാർപ്പാപ്പ എന്നിവരുൾപ്പെടെ നിരവധി രക്തസാക്ഷികളുടെയും മറ്റ് 16 മാർപ്പാപ്പാമാരുടെയും കബറിടങ്ങൾ ഒരിക്കൽ ഇവിടെ സൂക്ഷിച്ചിരുന്നു. ഇതിലേറ്റവും പ്രസിദ്ധമായ മാർപ്പാപ്പാമാരുടെ ക്രിപ്റ്റ് ലഘു വത്തിക്കാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇവരെ കൂടാതെ ഗായകരുടെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയയുടെ ക്രിപ്റ്റും ഇവിടെയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കാറ്റാക്കോമ്പ്. ഇതിപ്പോഴും ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി നിലകൊള്ളുന്നു. കാറ്റാക്കോമ്പസ് എന്ന പേരിൽ യഥാർത്ഥത്തിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് തന്നെയുള്ളതും ആദിമകാലം മുതൽ ഇന്ന് വരെ ഒരേ വിശുദ്ധൻ്റെ പേരിൽ അറിയപ്പെട്ടതുമായ കാറ്റാക്കോമ്പ് ഇത് മാത്രമാണ്. മതപീഡന കാലത്ത് താൽക്കാലികമായി മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുശേഷിപ്പുകൾ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് ട്രാൻസ്ലാറ്റിയോ റിലിക്വേറിയം തിരുശേഷിപ്പുകളുടെ സ്ഥാനമാറ്റം നടന്ന ഇടം ആയി മാറി. റോമിലെ ഏറ്റവും വലിയ കാറ്റാക്കോമ്പായ ഡൊമിറ്റില്ലയുടെ കാറ്റാക്കോമ്പിന് 17 കിലോമീറ്ററിലധികം നീളമുണ്ട്. ഇവിടെ വിശുദ്ധ നെരിയൂസ്, അക്കിലിയസ് എന്നിവർക്ക് സമർപ്പിച്ച ഒരു ഭൂഗർഭ ബസിലിക്കയുമുണ്ട്. വലിപ്പം കൊണ്ട് മാത്രമല്ല, ലോകമെങ്ങും ഇന്ന് പ്രചരിച്ചിരിക്കുന്ന നല്ലയിടയൻ, യഹൂദ വിരുന്നുമേശ എന്നിവ സൂചിപ്പിക്കുന്ന പുരാതന ചുവർ ചിത്രങ്ങളുടെ ഒറിജിനൽ ചിത്രീകരണങ്ങൾ കൊണ്ടും ഇത് പ്രശസ്തമാണ്. വിയ സലാറിയയിൽ സ്ഥിതി ചെയ്യുന്ന പ്രിസില്ലയുടെ കാറ്റാക്കോമ്പിനെ അതിൻ്റെ പഴമ കൊണ്ടും ഇവിടെ സംസ്കരിക്കപ്പെട്ട രക്തസാക്ഷികളുടെ ബഹുമാനാർത്ഥവും കാറ്റാക്കോമ്പുകളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നു. പുരാതന മരിയൻ ചിത്രകലയ്ക്ക് പേര് കേട്ടതാണ് ഈ കാറ്റാക്കോമ്പസ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഉണ്ണീശോയുടെയും ഏറ്റവും പഴക്കമേറിയ ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഇവ കൂടാതെ യുവരക്തസാക്ഷികളായ വിശുദ്ധ ആഗ്നസിൻ്റെ കല്ലറയ്ക്ക് മുകളിൽ നിർമ്മിച്ച ആഗ്നസിൻ്റെ കാറ്റാക്കോമ്പ് കന്യകാരക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തമാണ്. കാറ്റാക്കോമ്പുകളിലേക്ക് എങ്ങനെ എത്തിച്ചേരാം? ഇന്ന് അവശേഷിക്കുന്ന കാറ്റാക്കോമ്പുകൾ പ്രധാനമായും പുരാതന റോമാ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലാണ് ഉള്ളതെന്ന് കാണാം. നഗരഭിത്തികൾക്കുള്ളിൽ മൃതസംസ്കാരം അനുവദിക്കാതിരുന്ന റോമാക്കാരുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് നഗരത്തിന് വെളിയിൽ ഇപ്രകാരമുള്ള ക്രമീകരണം ഉടലെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണ് ഇവ റോമാ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് നയിക്കുന്ന കോൺസുലാർ പാതകളിലായി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് വിയ അപ്പിയ, വിയ ഓസ്റ്റിയൻസെ, വിയ സലാറിയ, വിയ നോമെൻഡാന എന്നിവ. ഒരിക്കൽ സാമ്രാജ്യത്വ ആശയവിനിമയത്തിൻ്റെയും വാണിജ്യത്തിൻ്റെയും ധമനികളായിരുന്ന ഈ പാതകൾ പുരാതന ക്രിസ്തുമതത്തിന് രക്തസാക്ഷിത്വത്തിൻ്റെയും പവിത്രമായ ഓർമ്മയുടെയും ഒരു ഭൂമികയായി മാറി. ഇന്നത്തെ തീർത്ഥാടകർക്ക് ഇവയിൽ പലതിലും പ്രവേശിക്കാൻ സാധിക്കുമെന്നത് ചരിത്രത്തിൻ്റെ വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് വിയ അപ്പിയ ആൻറ്റിക്കയിലുള്ള സാൻ കാലിസ്റ്റോയും സാൻ സെബസ്ത്യാനോയും. പൊന്തിഫിക്കൽ കമ്മീഷൻ ഫോർ സേക്രഡ് ആർക്കിയോളജി ആണ് ഇവയെ ഇന്ന് സംരക്ഷിക്കുന്നത്. പുരാവസ്തു പൈതൃകമെന്ന നിലയിലും പവിത്രമായ സ്ഥലമെന്ന നിലയിലും അവയുടെ സമഗ്രത സംരക്ഷിക്കുന്നതിന് ഈ കമ്മീഷൻ പ്രതിജ്ഞാബദ്ധമാണ്. വളരെ സൂക്ഷ്മതയോടെയാണ് ചുവർ ചിത്രങ്ങൾ ഉൾപ്പെടെ സംരക്ഷിക്കുന്നത്. വിശ്വാസിയായ തീർത്ഥാടകന് കാറ്റാക്കോമ്പുകൾ നൽകുന്നതെന്ത്? ഒരു കത്തോലിക്ക തീർത്ഥാടകന് കാറ്റാക്കോമ്പുകൾ വെറും ചരിത്രപരമായ സ്ഥലങ്ങളല്ല, കല്ലിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഓർമ്മയിലൂടെയും ദൈവശാസ്ത്രം ഉരുത്തിരിയുന്ന സ്ഥലങ്ങളാണവ.
അവ പവിത്രമായ കണ്ടുമുട്ടലുകളുടെ സ്ഥലങ്ങളാണ്. അവിടെ വിശ്വാസികൾ വിജയസഭയുമായി മുൻപേ പോയ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും സഭയുമായി കൂട്ടായ്മയിൽ ചേരുന്നു. കാറ്റാക്കോമ്പുകളിലേക്കുള്ള തീർത്ഥാടനം ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ മർമ്മത്തിലേക്കുള്ള യാത്രയാണ്, അക്ഷരാർത്ഥത്തിലും ആത്മീയമായും. രക്തത്താൽ ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയവരുടെ ശേഷിപ്പുകൾ ഇന്നും ഉൾക്കൊള്ളുന്നതിനാൽ ആദിമസഭയുടെ ഹൃദയത്തുടിപ്പുകൾ ഒപ്പിയെടുത്തുകൊണ്ടേ ഏതൊരാൾക്കും ഈ വഴിയെ നടക്കാനാവും. മാത്രമല്ല, കാറ്റാക്കോമ്പുകൾ വേദപഠനങ്ങളാൽ സമ്പുഷ്ടമാണ്. ഔപചാരികമായ വിശ്വാസ പ്രമാണം നിലവിൽ വരുന്നതിനും എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ ചുവർ ചിത്രങ്ങൾ സിംഹഗുഹയിലെ ദാനിയേലിൻ്റെ വിശ്വാസ ദൃഢതയും തിമിംഗലത്തിൻ്റെ വായിൽ നിന്നും രക്ഷപ്പെട്ട യോനായുടെ തിരിച്ചറിവിനെക്കുറിച്ചും 5 അപ്പം കൊണ്ട് 5000 തീറ്റിപ്പോറ്റാൻ കഴിവുള്ളവനെക്കുറിച്ചുമൊക്കെ സാധാരണക്കാരെ പഠിപ്പിച്ചിരുന്നിരിക്കണം. ദൃശ്യമായ വിശ്വാസ സംഹിതയുടെയും പുനരുദ്ധാനത്തെക്കുറിച്ചും അന്ത്യവിധിയെക്കുറിച്ചും വിശുദ്ധരുടെ കൂട്ടായ്മയെക്കുറിച്ചുമൊക്കെ വിശ്വാസികൾക്ക് ഉത്തമ ബോധ്യം നൽകാൻ ഇവിടെയുള്ള ചിത്രങ്ങൾ ഏറെ സഹായകരമായി കാണാം. സാക്രമെൻ്റൽ തിയോളജിയുടെ പ്രകടമായ ഭാവങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. വിശുദ്ധരുടെ കബറിടത്തിന് മുകളിൽ ബലിയർപ്പിക്കുന്ന പതിവ് ഇവിടെ നിന്നും ആരംഭിച്ചിരിക്കാനാണ് സാധ്യത. ഇന്നത്തെ തീർത്ഥാടകർക്ക് ഈ സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പുരാതന സഭയുമായുള്ള ഐക്യത്തിൻ്റെ ശക്തമായ അനുഭവവും. സാക്ഷികളുടെ വലിയ മേഘം ഹെബ്രായർ 12:1 ചുറ്റപ്പെട്ടതായ തോന്നലും ഉണ്ടാക്കുന്നു എന്നതിൽ സംശയമില്ല. ജൂബിലി വർഷത്തിൽ കാറ്റാക്കോമ്പുകളുടെ പ്രാധാന്യം എന്താണ്? സാർവത്രികമായ ദണ്ഡവിമോചനങ്ങളുടെയും ആത്മീയ പുനരുജ്ജീവനത്തിൻ്റെയും കൗദാശിക പ്രസാദവരത്തിൻ്റെയും സമയം എന്ന നിലയിൽ ജൂബിലി വർഷത്തിൽ കാറ്റാക്കോമ്പുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. കരുണയുടെ പ്രവൃത്തികളിലൂടെ വിശ്വാസത്തിൻ്റെ വേരുകൾ കണ്ടെത്താനും കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് അനുരഞ്ജന കൂദാശയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും പ്രസാദപര ജീവിതത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാനും ജൂബിലി വർഷം ആഹ്വാനം ചെയ്യുന്നുണ്ട്. കാറ്റാക്കോമ്പുകൾ ഓർമ്മയുടെയും പുനരുജ്ജീവനത്തിൻ്റെയും ജൂബിലി ദേവാലയങ്ങളായി പ്രവർത്തിക്കുന്നു. പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന ജൂബിലി ചിന്തയുടെ പശ്ചാത്തലത്തിൽ കാറ്റാക്കോമ്പുകൾ പ്രത്യേകിച്ചും അനുയോജ്യമായ തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. മരണത്തിനും പീഡനങ്ങൾക്കുമിടയിൽ പോലും പുനരുദ്ധാനത്തിലുള്ള പ്രത്യാശയും ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസവും അർപ്പിച്ച് സഭ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെ അവ ഓർമ്മപ്പെടുത്തുന്നു. കിരാതമായ രാജശാസനയെപ്പോലും മറികടക്കുന്ന വിശ്വാസ തീക്ഷ്ണതയുടെ പ്രത്യക്ഷ അടയാളങ്ങളായി ഇന്നും കാറ്റാക്കോമ്പുകൾ റോമിൻ്റെ മണ്ണിനടിയിൽ സ്ഥിതി ചെയ്യുന്നു. പഠിക്കുന്ന ഏതൊരാൾക്കും വിശ്വാസത്തിൻ്റെ പുതുനാമ്പുകൾ നീട്ടി നൽകിക്കൊണ്ടും അചഞ്ചലമായ ബോധ്യങ്ങൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും